പ്രിയപ്പെട്ട കുട്ടികളെ എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എൻ്റെ മുമ്പിലിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഇനി വരാൻ പോകുന്ന ഒരു ലോകത്തിൻ്റെ പ്രതിനിധികളാണ്. അപ്പോൾ അതിൻ്റെ അഭിരുചികൾ, അതിൻ്റെ മാറ്റങ്ങളൊക്കെ തന്നെ എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു എന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞങ്ങളെല്ലാം നിങ്ങളോട് സംവേദിക്കുന്നത്. ഞാനും ബിമീഷ് കണിയൂരും അബ്ദുള്ള പേരാമ്പ്രയും സച്ചിദാനന്ദ് സാറൊക്കെ തന്നെ ഒരു ഭാവി കേരളത്തിൻ്റെ സ്ഫോടനാത്മകമായ ഒരു പ്രത്യേക കാലത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാവി കാലത്തിൽ ഇത്രയും നാൾ അദൃശ്യപ്പെട്ട സമൂഹങ്ങളും അദൃശ്യപ്പെട്ട ലിംഗങ്ങളെല്ലാം മുഖ്യധാരയിലേക്ക് വരികയും അങ്ങനെ ജനാധിപത്യത്തിൻ്റെ വലിയ തരത്തിലുള്ളൊരു തുറസ്സുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര സന്ദർഭത്തിലാണ് ഇത്തരം കവിയരങ്ങൾ രൂപപ്പെടുന്നത്. വാസ്തവത്തിൽ കേരളത്തെപ്പോലുള്ള ഒരു സംസ്ഥാനത്തിൽ, മലയാള ഭാഷ പ്രധാനമായൊരു സംസ്ഥാനത്തിൽ അതിൻ്റെ ഭൂരിഭാഗം മുസ്ലിം സമുദായമാണെങ്കിലും അതിൻ്റെ മുഖ്യധാര സാഹിത്യത്തിലേക്ക് അതിൻ്റെ സംസ്കൃതി, അതിൻ്റെ ഭാവുകത്വം വളരെ മിതമായ തോതിലേ കടന്നു വന്നിട്ടുള്ളൂ. ഒരു പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ആളുടെ വളരെ എന്തെന്നാണ് പറയുന്ന ജലനാത്മകമായ ഒരു പ്രഹരം പോലുള്ളൊരു പ്രവേശം ഉണ്ടായില്ലെങ്കിൽ അത് കുറേയും കൂടി വൈകിപ്പോകുമായിരുന്നു. അതിനൊരു പ്രധാനമായൊരു അപ്പോൾ വാസ്തവത്തിൽ ഞാൻ മൊയ്യൻകുട്ടി വൈദ്യരുടെ കവിത വായിക്കാറുണ്ട്. മൊയ്യൻകുട്ടി കവിത വായിക്കുമ്പോൾ കുഞ്ചൻ നമ്പ്യാരെ പോലെ തന്നെ പ്രസക്തിയുള്ള ഒരാളാണ്. 19-ാം നൂറ്റാണ്ടിൽ കൊണ്ടോട്ടിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അതിനൊക്കെയുള്ള ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ഇസ്ലാമിൻ്റെ ഒരു സംസ്കൃതി ഇത്ര വലിയൊരു ജനസാമാന്യത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടും ഇവിടുത്തെ മുഖ്യധാര ഭാഷയിലും മുഖ്യധാര സംസ്കൃതിയിലെല്ലാം അത് വിലയിച്ച് കിടന്നില്ല. അതിനുള്ളൊരു പ്രധാന കാരണം, പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്, ഞാനിവിടെ വിശദീകരിച്ച് പറയുന്നില്ല. നിങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പ്രധാന പ്രശ്നം വലിയ രീതിയിലുള്ള സംസ്കൃതത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ലാറ്റിൻ്റെയൊക്കെയുള്ള അതിനെല്ലാം വെല്ലുന്ന വലിയൊരു സംസ്കൃതി പേർഷ്യനിലും അറബിയിലുമായിട്ട് കടന്നിരുന്നു. നിങ്ങളിപ്പോൾ കേട്ടാൽ വിസ്മയിക്കും. 18 ഈ 2-3 നൂറ്റാണ്ട് മുമ്പ് ഇന്ത്യയുടെ പൊതുഭാഷ പേർഷ്യനായിരുന്നു. ഇന്ന് പേർഷ്യൻ എന്ന് പറഞ്ഞൊരു സാധനമില്ല. അതേപോലെ ഉറുദു, ഇത്തരം ഭാഷകളും ഇത്തരം സംസ്കൃതികളുമെല്ലാം ഭയങ്കരമായിട്ട് നമ്മുടെ ഈ കാലത്ത് അർത്ഥമാറ്റപ്പെടുകയും വേറൊരു തരത്തിലുള്ള ഏകാത്മകമായ ദേശീയത, ഞാൻ പൊളിറ്റിക്സ് അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഭാഷാ സാഹിത്യയുടെ ഏകാത്മകമായ ഒരു സാധനം ഇവിടെ കടന്നു വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ, നമ്മുടെ ഭാഷയിൽ, നമ്മുടെ സംസ്കാരത്തിൽ എന്തുകൊണ്ടൊരു സ്ട്രീം കടന്നില്ല? അതിന് വേറൊരു കാരണമുണ്ടാവാം. അപ്പോൾ മുസ്ലിങ്ങളുടെ ലിപി ഒരു അറബി മലയാളമായതിൻ്റെ വിഷയങ്ങൾ, അല്ലെങ്കിൽ ദളിതുകളിലേക്ക് വേറെ ലിപി ഇല്ലാതെ, ഇതൊക്കെ ആയിരിക്കാം അതിൻ്റെ മാറ്റപ്പെടുന്നതിൻ്റെ ചില വിഷയങ്ങൾ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് മൊയ്യൻകുട്ടി വൈദ്യർ കാളിദാസനോടൊപ്പം തന്നെ വലിയൊരു കവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ ഭാഷയുടെ ശബ്ദങ്ങളുടെ കിനിപ്പുകളും വല്ലാത്തൊരു അനുഭൂതിയാണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള തിരസ്കൃതിയുടെ ലോകത്ത് നിന്നാണ് വീണ്ടും 21-ാം നൂറ്റാണ്ടിൽ ഇത്രയും വലിയ ജനാധിപത്യ ക്രമങ്ങളും നിയമ പരീക്ഷണങ്ങളും ഭയങ്കരമായ സമരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ഒക്കെ കടന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനമായ നമുക്കുള്ള ഗുണാത്മകമായൊരു വശം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാവും. അതുകൊണ്ടാണ് ഇതിൽ തദ്ദേശീയരായ മുസ്ലിം, ഇവിടുത്തെ തദ്ദേശീയരായ മുസ്ലിം, പാരമ്പര്യാധിഷ്ഠിതമായ മുസ്ലിം, ഇവരിലാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു സൗന്ദര്യാത്മകത ഞാൻ കണ്ടെത്തുന്നത്. ഹൈദരാലി പുലിക്കോട്ടിൽ തൊട്ട് അലിമ ബീബി പിന്നീട് കുറച്ചൊക്കെ മാറുന്നുണ്ട്. കാരണം ഇപ്പം തന്നെ നമ്മൾ പറയണ ഈ ലളിതാംബിക അന്തർജനത്തിന് മുമ്പൊക്കെ തന്നെ സ്ത്രീ പ്രാതിനിധ്യം ഇസ്ലാമിൽ വന്നിട്ടുണ്ട്. അലിമ ബി എന്ന് പറഞ്ഞൊരു എഡിറ്റർ ഒരു മാസിക നടത്തിയിരുന്നു. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അത്രയും വലിയൊരു നവോത്ഥാനമാണ്. വക്ക അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആൾ വലിയ രീതിയിലുള്ള ഈ ഇക്ബാലിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ആധുനികതയും ഇസ്ലാമും ചേർന്നിട്ടുള്ള ഒരു സിന്തസൈസ്ഡായ ഒരു കൾച്ചറിൻ്റെ ഫിലോസഫിക്കൽ ഡൈമെൻഷൻ അയാളുടെ പുസ്തകങ്ങൾ നിലവിലേക്കുണ്ട്. മറ്റേ നമ്മുടെ പ്രസ്സുള്ള വക്ക അബ്ദുൽ ഖാദർ അല്ല കേട്ടോ, ദേശാഭിമാനി ആയിട്ട് കൂടിയിരുന്ന ആളല്ല. രണ്ടു പേരും തമ്മിൽ കൺഫ്യൂഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാധനം ഈ പാരമ്പര്യാധിഷ്ഠം മുസ്ലിമിൻ്റെ ഉള്ളിലാണ്. മുസ്ലിം ലാവണ്യത്തിൻ്റെ ശരിയായ വേരുകൾ കിടക്കണം. മുസ്ലിം ലാവണ്യത്തിൻ്റെ, മുസ്ലിം ഈസ്തറ്റിക്സിൻ്റെ, മുസ്ലിം സൗന്ദര്യ ബോധത്തിൻ്റെ ഈസ്തറ്റിക്സ് കേരളത്തിലെ പാരമ്പര്യാധിഷ്ഠായ മുസ്ലിങ്ങളുടെ ഉള്ളറകളിലാണ് കിടക്കുന്നത്. അത് മാപ്പിളപ്പാട്ടുകളായാലും മറ്റേ ചൊൽപ്പാട്ടുകളായാലും അല്ലെങ്കിൽ സാധാരണ നാടോടി ഇതൊക്കെ ആയാലും ഇത്തരം ഒരു സാധനത്തിന് റിഡക്ഷൻ ചെയ്യുന്നൊരു മൂവ്മെൻറ്റ് ഞാൻ പറഞ്ഞ പ്രശ്നവും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പ്രത്യക്ഷവാദത്തിൻ്റെ പ്രശ്നമായിട്ട്
സലഫിസത്തിൻ്റെ ഭാഗമായിട്ട് കലകൾക്കൊക്കെ നിരോധനം ചെയ്യുന്ന ഒരു സാധനം കടന്നു വരികയുണ്ടായി. ഈ ഒറ്റ വാചകം മാത്രം പറയുന്നുള്ളൂ, കാരണം ഒക്കെ സെൻസേഷനാണ് ഇപ്പോൾ സംസാരിച്ചത്. അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുകയാണ്. ഈ ഒരു വാചകം മാത്രമേ പൊളിറ്റിക്കലായിട്ട് പറയുന്നുള്ളൂ, ബാക്കിയൊക്കെ പിൻവാങ്ങി. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഈ ഇസ്തെറ്റിക്സിനെ എങ്ങനെ വീണ്ടെടുക്കാൻ കഴിയും നമ്മുടെ തദ്ദേശീയമായ എന്നുള്ള ഒരു വലിയൊരു ചിന്തയാണ് നമുക്ക് മുന്നോട്ട് വെക്കേണ്ടത്. ഈ മൊയ്യും കുട്ടി വൈദ്യരും അല്ലെങ്കിൽ അതിനു മുമ്പുള്ള നമ്മുടെ ഇസ്ലാമിക കൾച്ചറിൽ നിന്ന്, പേർഷ്യനിൽ നിന്നും അറബിയിൽ നിന്നും ഉറുദുവിൽ നിന്നൊക്കെ ഉള്ള വലിയൊരു സ്ട്രീമിൻ്റെ ധാരകളും അങ്ങനെ അതിനെ പ്രതിനിധീകരിച്ച ഈ പറയുന്ന മൊയ്യുംകുട്ടി വൈദ്യരനെ തുടർന്ന് ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലുണ്ടായിട്ടുള്ള മാപ്പിളപ്പാട്ട് കവികളും മാപ്പിള ഈണങ്ങളും ഒട്ടകപ്പാട്ടുകളും അങ്ങനെയൊക്കെയുള്ള, അതേപോലെ തന്നെ നമ്മുടെ സുഗതാത്മാക്കൾ മലബാർ കലാപത്തെ തുടർന്ന് അവർക്കുണ്ടായ പാട്ടുകളൊക്കെ ഉള്ള ഒരു നാടൻ സംസ്കൃതിയിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക്, ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് സാധ്യമാണില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. കവിത അങ്ങനെയാണല്ലോ, ആലോചിച്ചുകൊണ്ട് എഴുതിയാൽ കവിത വരില്ല, ലേഖനം വരും. നിങ്ങൾക്കിപ്പോൾ ഒരു വിഷയം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് എഴുതിയാൽ ലേഖനം ആയിരിക്കുള്ളൂ, കവിത ആയിരിക്കില്ല. കവിതയുടെ ഒരു പ്രശ്നം അത് യാദൃശ്ചികതയോടെ സഞ്ചരിക്കുന്നു. നമ്മൾ എഴുതാൻ എപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഒന്നാണ് കവിത. ബാക്കിയൊക്കെ എഴുതാൻ ഉദ്ദേശിക്കുമ്പോൾ എഴുതാൻ പറ്റും, മറ്റിത് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സാധ്യമാകുന്നില്ല. പിന്നെ എൻ്റെ ജീവിത പരിസരം വേറെയാണ്. അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു ഊർജ്ജത്തെ, അങ്ങനെയുള്ളൊരു സ്രോതസ്സിനെ നിങ്ങളുടെ സൃഷ്ടികളിൽ കൂടെ ആവഹിക്കാൻ കഴിയണം. ഞാൻ കുട്ടികളായിട്ട് കുറച്ച് കമ്മ്യൂണിറ്റി ഉണ്ട്, കാരണം ഞാൻ ഈ ശാലയിൽ നിങ്ങളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നായിട്ട് എപ്പോഴും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാം. ഇപ്പം ഞാൻ ചൊല്ലാൻ പോകുന്നൊരു കവിത പ്രവാചകനെപ്പറ്റി അറബിയിൽ എഴുതിയിരുന്നൊരു കവിത. പ്രവാചകൻ്റെ ഒപ്പം ജീവിച്ച മനുഷ്യൻ, പ്രവാചകൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിന് വേദികൾ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു, എനിക്ക് ആ സാധാരണ ഇതൊരു സ്തുതി കവിത തന്നെയാണ്, പക്ഷേ ഒരു പാരമ്പര്യ സ്തുതി കവിതയുടെ രീതിയിലല്ല ഈ കവിത. കാരണം ഒരാളെ ദൃശ്യമാനമായിട്ട് കാണുന്ന രീതിയിൽ തന്നെ. അപ്പോൾ എന്നോട് ഞാൻ ഇത് വിവർത്തനം ചെയ്യാൻ പറഞ്ഞത് 2 കവിതകൾ. അപ്പോഴാണ് യാദൃശ്യമായിട്ട് ഒരു സോഴ്സിൽ നിന്ന്, നെറ്റിൽ നിന്ന് ഈ പ്രവാചകനെ കൂടി ഉണ്ടായിരുന്ന, പ്രവാചകനോടൊപ്പം ജീവിച്ച ആ കാലത്തെ പ്രധാനപ്പെട്ട ഒരു കവി, ആദ്യത്തെ ഇസ്ലാം കവി ആയിട്ടുള്ള ഹസ്സാൻ ഇബ്നു സാബിത്ത്, എല്ലാ മതവിദ്യാർത്ഥികൾക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു കവിത. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു, ഈ അറബി ഭാഷയിൽ നിന്ന് ഇതൊക്കെ എന്തുകൊണ്ട് വിവർത്തനം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത്. കാരണം എനിക്ക് ഈ അറബിയൊന്നും അറിയില്ല, അറബി എന്നൊക്കെ വിദൂരം. എൻ്റെ ഭാര്യ അറബി ടീച്ചറാണ്, വേറെ പ്രശ്നം. അപ്പോൾ എന്തുകൊണ്ട് ഇത് വിവർത്തനം ചെയ്യപ്പെടുന്നില്ല? ഇത്ര ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചിലപ്പോൾ വിവർത്തനം ചെയ്തപ്പെട്ടേക്കാം, കാരണം നമ്മല്ല. ഇപ്പം ഞാൻ മറ്റേ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ഇമ്രുൽ ഗൈസിൻ്റെ നല്ലൊരു വിവർത്തനം ഞാൻ കണ്ടു, നമ്മുടെ സുന്നി ട്രഡീഷൻ ഇറക്കിയ ഒരു പുസ്തകത്തിൽ. അടിപൊളിയായിട്ടുള്ള വിവർത്തനം. അതൊക്കെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് എത്തണ്ടാവില്ല. അപ്പോൾ ഇതേപോലുള്ള കവിത എവിടെയെങ്കിലും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ റിസാലക്ക് ഒരു ഏകദേശം ഒരു പൊതുമാനം ഉള്ളതുകൊണ്ട് അത് ചിലപ്പോൾ ആളുകളിലേക്ക് എത്താൻ പറ്റും. പക്ഷേ പല സ്ഥലങ്ങളിലും ഇമ്രുൽ ഗൈസ് പോലെ ഹസ്സാൻ ഇബ്നു സാബിത്തിൻ്റെ കവിത വന്നിട്ടുണ്ട്. ഈ കവിത ഞാൻ ചൊല്ലാൻ പോകുന്നത്, ഈ കവിത എനിക്കൊരു ഭയങ്കരമായ ആത്മീയ നിർവൃതി നൽകുന്നുണ്ട്. ഞാൻ തന്നെ വിവർത്തനം ചെയ്താണെങ്കിലും വിവർത്തനത്തിന് ശേഷം ഓരോ പ്രാവശ്യം ഞാൻ എടുത്ത് നോക്കും, കാരണം ഞാൻ തന്നെ വിവർത്തനം ചെയ്താണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായൊരു നിർവൃതി എനിക്ക് കിട്ടുന്നു. ആ കവിത ഞാൻ ആദ്യം ചൊല്ലാം. അതിനുശേഷം എൻ്റെ ഒരു കല്ലെന്ന് പറഞ്ഞൊരു കവിതയുണ്ട്, എൻ്റെ ജീവിതത്തിൽ ആദ്യം എഴുതിയൊരു കവിതയാണ്. ആളുകൾ ആ കവിതയെ കൂടെയാണ് എന്നെ ഓർക്കുന്നത്. ആ കവിതയും ചൊല്ലാം. ഹസ്സാൻ ഇബ്നു സാബിത്ത്, പ്രകാശത്തിൻ്റെ തിളക്കം. എൻ്റെ നേർക്ക് പ്രസരിക്കുന്ന അവിടുത്തെ പ്രകാശത്തിൻ്റെ തിളക്കത്തിൽ ഞാൻ കണ്ണുകൾ കൈത്തലം കൊണ്ട് മറച്ചു. എൻ്റെ നേർക്ക് പ്രസരിക്കുന്ന അവിടുത്തെ പ്രകാശത്തിൻ്റെ തിളക്കത്തിൽ ഞാൻ കണ്ണുകൾ കൈത്തലം കൊണ്ട് മറച്ചു. അവിടുത്തെ രൂപലാവണ്യത്തിൻ്റെ കാഴ്ചയിൽ അന്ധനായി പോകുമോ എന്നോർത്ത് ഭയചകിതനായി. അവിടുത്തെ രൂപലാവണ്യത്തിൻ്റെ കാഴ്ചയിൽ അന്ധനായി പോകുമോ എന്നോർത്ത് ഭയചകിതനായി. നബിനെ പറ്റിയാണെന്നറിയാലോ, ഉമ്മനബി. അതിനാൽ അല്പമായേ എനിക്ക് കൈവന്നുള്ളൂ. അതിനാൽ അല്പമായേ എനിക്ക് കൈവന്നുള്ളൂ. ആ സുന്ദരാകാര ദൃശ്യം, അവിടുത്തെ വെളിച്ചത്തിൽ നിന്നുള്ള വെളിച്ചങ്ങളൊക്കെയും അവിടുത്തെ പ്രകാശത്തിൽ നിമഗ്നമായി കിടന്നു. അവിടുത്തെ വെളിച്ചത്തിൽ നിന്നുള്ള വെളിച്ചങ്ങളൊക്കെയും അവിടുത്തെ പ്രകാശത്തിൽ നിമഗ്നമായി കിടന്നു. സൂര്യനും ചന്ദ്രനും ഒന്നു ചേർന്ന പോലെ അവിടുത്തെ മുഖം പ്രകാശിച്ചു. സൂര്യനും ചന്ദ്രനും ഒന്നു ചേർന്ന പോലെ അവിടുത്തെ മുഖം പ്രകാശിച്ചു. പ്രകാശ ചൈതന്യം ചന്ദ്രിക പോലെ
തിരുവുടലിൽ സന്നിഹിതമായി. പ്രകാശ ചൈതന്യം ചന്ദ്രിക പോലെ തിരുവുടലിൽ സന്നിഹിതമായി. ഉജ്ജ്വലമായി പ്രകാശിക്കുന്ന താരകളാൽ ഒരു കവചം സൃഷ്ടിക്കപ്പെട്ടു. ഉജ്ജ്വലമായി പ്രകാശിക്കുന്ന താരങ്ങളാൽ ഒരു കവചം സൃഷ്ടിക്കപ്പെട്ടു. ഇനി കഴിയാത്തത്രയും ഞാനതിൽ നിഭൃതനായി. ഇനി കഴിയാത്തത്രയും ഞാനതിൽ നിഭൃതനായി. കാത്തിരിപ്പിൻ്റെ രുചി കൈപ്പുള്ള കറ്റവാർ പോലെ ഈ ഉള്ളവൻ അനുഭവിച്ചു. കാത്തിരിപ്പിൻ്റെ രുചി കൈപ്പുള്ള കറ്റാർവാഴ പോലെ ഈ ഉള്ളവൻ അനുഭവിച്ചു. സ്വയം ആശ്വസിപ്പിക്കുവാൻ ഒരു പ്രതിവിധിയും കണ്ടില്ല. ആ സ്നേഹഭാജനത്തെ കൺകുളിർക്കെ കണ്ട് ആനന്ദിക്കുകയല്ലാതെ സ്വയം ആശ്വസിക്കാൻ മറ്റൊരു പ്രതിവിധിയും കണ്ടില്ല. ആ സ്നേഹഭാജനത്തെ കൺകുളിർക്കെ കണ്ട് ആനന്ദിക്കുകയല്ലാതെ വ്യക്തമായ വല്ല അടയാളങ്ങളും അവിടെ നിന്ന് കൊണ്ടുവന്നിരുന്നില്ല എങ്കിൽ പോലും കാണുന്നവർക്ക് അവിടുത്തെ സാന്നിധ്യം തന്നെ അധികമായിരുന്നു. മുഹമ്മദ് ഒരു മനുഷ്യൻ തന്നെ, എന്നാൽ മറ്റു മനുഷ്യന്മാരെ പോലെയല്ല. അവിടുന്ന് കറയറ്റ ഒരു രത്നം, മറ്റുള്ളവർ വെറും ചരൽക്കല്ലുകൾ. മുഹമ്മദ് ഒരു മനുഷ്യൻ തന്നെ, എന്നാൽ മറ്റു മനുഷ്യരെ പോലെയല്ല. അവിടുന്ന് കറയറ്റ ഒരു രത്നം, മറ്റുള്ളവരോ വെറും ചരൽക്കല്ലുകളും. ദൈവത്തിൻ്റെ കരുണക്ക് നാമും പാത്രമായേക്കാം. പ്രവാചകൻ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അഗ്നിസ്ഫുലിംഗങ്ങൾ കൊണ്ട് അട്ടഹസിക്കുന്ന ആ ജ്വലന നാളിൽ പ്രവാചകൻ്റെ കരുണക്ക് നാമും പാത്രമായേക്കാം. പ്രവാചകൻ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അഗ്നി അതിൻ്റെ സ്ഫുല്ലിംഗങ്ങൾ കൊണ്ട് അട്ടഹസിക്കുന്ന ആ ജ്വലന നാൾ. ഇതാണ് പ്രവാചകനെ പറ്റി ഇബ്നു സാബിത്ത് എഴുതിയ ഒരു കവിത. നിങ്ങൾ അറബിയൊക്കെ ഇങ്ങനെ കുറേ വിവർത്തനങ്ങൾ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം എനിക്കൊക്കെ ഒരു വലിയൊരു പരിമിതിയുണ്ട്, അറബിയൊന്നും അറിയില്ല. നിങ്ങൾ നേരിട്ട് ആ ഭാഷയിൽ പ്രവേശിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകളാണ്. പിന്നെ എൻ്റെ ഒരു ചെറിയ കവിതയും കൂടെ ചൊല്ലാം. കല്ല്. ആദ്യകാലത്ത് 10-30 കൊല്ലം മുമ്പ് എഴുതിയൊരു കവിതയാണ്. പക്ഷേ ആളുകൾ ഓർക്കുന്ന ഈ കവിതയെ കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതുകൊണ്ടാണ്. പട്ടണത്തിൽ നിന്ന് പോരുമ്പോൾ വായിക്കാനൊരു മാസിക തേടി പീടികയെല്ലാം കയറി നടന്നു. പട്ടണത്തിൽ നിന്ന് പോരുമ്പോൾ വായിക്കാനൊരു മാസിക തേടി പീടികയെല്ലാം കയറി നടന്നു. ഒന്നും കിട്ടാതെ ഒരു കല്ലെടുത്ത് കീസയിലിട്ടു. ഒന്നും കിട്ടാതെ ഒരു കല്ലെടുത്ത് കീസയിലിട്ടു. വീട്ടിലെത്തിയ ഉടനെ അത് നിവർത്തി വായിക്കാൻ ആരംഭിച്ചു. പേരറിയാത്ത അനേകരുടെ കാൽപ്പാടുകൾ, ഒരു ജ്ഞാനിയുടെ, ഒരു ജിപ്സിയുടെ. ഞാനതിനെ തൊട്ട ആദ്യത്തെ നിമിഷം മുമ്പേ പോയ പാദങ്ങളിലെ ഇളഞ്ചൂട് എൻ്റെ വിരൽത്തുമ്പിലൂടെ മുകളിലോട്ട് വകഞ്ഞു. ഞാനതിനെ തൊട്ട ആദ്യത്തെ നിമിഷം മുമ്പേ പോയ പാദങ്ങളിലെ ഇളഞ്ചൂട് എൻ്റെ വിരൽത്തുമ്പിലൂടെ മുകളിലോട്ട് പാഞ്ഞു. ആദിയിൽ ഭൂമിയുടെ നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുമ്പോൾ ആഴത്തിൻ്റെ ഒരു പുളപ്പം പേറി ഒളിച്ചോടി. ഇരുട്ടും വെളിച്ചവും കുടിച്ചു മടുത്ത ആ കൊച്ചു കഷ്ണം കല്ല് എന്നെ എവിടെയൊക്കെയോ നയിച്ചു. എങ്ങും മുട്ടാതെ കബളിപ്പിക്കുന്ന പാതകളും എവിടെയും എത്താത്ത വഴിപോക്കരും എൻ്റെ രാത്രിയിൽ നിറഞ്ഞു. എങ്ങും മുട്ടാതെ കബളിപ്പിക്കുന്ന പാതകളും എവിടെയും എത്താത്ത വഴിപോക്കരും എൻ്റെ രാത്രിയിൽ നിറഞ്ഞു. പെട്ടെന്ന് നോക്കുന്നവനെയും പശ്ചാത്തലത്തിൽപ്പെടുത്തുന്ന ഒരു ഭ്രമാത്മക ചിത്രം പോലെ പ്രപഞ്ചം എനിക്കും ചുറ്റും നിന്ന ഒരു നിമിഷം. പെട്ടെന്ന് നോക്കുന്നവനെയും പശ്ചാത്തലത്തിൽപ്പെടുത്തുന്ന ഒരു ഭ്രമാത്മക ചിത്രം പോലെ പ്രപഞ്ചം എനിക്കും ചുറ്റും നിന്ന ഒരു നിമിഷം ഞാൻ ആ കല്ല് ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. നമസ്കാരം.